കനത്ത മഴയിൽ കോഴിക്കോട് മുത്തപ്പൻ പുഴയിലെ താൽക്കാലിക ചപ്പാത്തിൽ വെള്ളം കയറി. ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളെ കാണുന്നത്. അഞ്ജന സുകുമാരനാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. അഞ്ജന, എത്ര ദിവസമായി മഴയുണ്ട്? ആര്യ, കഴിഞ്ഞ 2-3 ദിവസമായി കോഴിക്കോട് ജില്ലയിൽ പരക്കെ മഴ ലഭിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ മഴ ശക്തി പ്രാപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും രാത്രികാലങ്ങളിൽ മലയോര മേഖലകളിൽ ശക്തമായ മഴയായിരുന്നു ലഭിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ മുത്തപ്പൻ പുഴയോട് ചേർന്നുള്ള താൽക്കാലിക ചപ്പാത്ത് അത് വെള്ളം കയറി ഗതാഗത തടസ്സപ്പെട്ടിരിക്കുന്നത്. ഇവിടേക്കുള്ള ഏക മാർഗമായിരുന്നു ഈ ചപ്പാത്ത്. ഈ തിരുവമ്പാടി മറിപ്പുഴ സംസ്ഥാന പാതയോട് ചേർന്ന് നിർമ്മിക്കുന്ന പാലം, അതിന് സമീപമായാണ് ഈ ചപ്പാത്ത് സ്ഥിതി ചെയ്യുന്നത്. അവിടേക്കുള്ള പ്രധാനമായ ഗതാഗതം ഈ വഴിയാണ് പോകുന്നത്. അതേതായാലും ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ അവധി ദിവസമല്ല, മഴയുണ്ടെങ്കിൽ പോലും അവധി ദിവസമല്ല. സ്കൂളിലേക്കും രാവിലെയും അതോടൊപ്പം തന്നെ ജോലിക്കുമൊക്കെ പോകേണ്ട ആളുകളുണ്ട്. അവിടെ എല്ലാവരും തന്നെ ഈ ഗതാഗതം സ്തംഭിച്ചതുകൊണ്ട് തന്നെ പോകാനാവാതെ അവിടെ കുടുങ്ങിക്കിടക്കുകയാണെന്നുള്ളതാണ്. വാഹനങ്ങളൊന്നും തന്നെ കടന്നു പോകുന്നില്ല. മലയോര മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. ഇന്നലെ മഴവെള്ളപ്പാച്ചിലുണ്ടായതായാണ് നാട്ടുകാർ സംശയിക്കുന്നത്. ഇവിടെ തുരങ്കപാതയുടെ പണി നടക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് വേണ്ടുന്ന ഉപകരണങ്ങളൊക്കെ തന്നെയും കൊണ്ടുപോകുന്നത് ഇതുവഴിയാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു കനത്ത മഴയിൽ അവിടേക്കുള്ള ഗതാഗതം അത് സ്തംഭിച്ചിരിക്കുകയാണ്. നേരത്തെ കനത്ത മഴയുണ്ടായിരുന്ന കഴിഞ്ഞ മാസവും അതിന് മുന്നേ മെയ് മാസത്തിലൊക്കെയും ഈ പാലം, ഈ ചപ്പാത്ത് പൂർണ്ണമായും ഒലിച്ചു പോയിരുന്നു. അതിനുശേഷം കോൺക്രീറ്റ് മിക്സിതം ഉപയോഗിച്ചുകൊണ്ട് അത് താൽക്കാലികമായി പിന്നീട് വീണ്ടും പണിയുകയായിരുന്നു. ഏതായാലും നിലവിലത് ഒലിച്ചു പോയിട്ടില്ല. ശക്തമായ കുത്തൊഴുക്ക് ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെയും ഒലിച്ചു പോയിട്ടുള്ളത് കൊണ്ട് അത് ഇവിടുത്തെ പ്രദേശവാസികൾക്കൊക്കെ വലിയൊരു ആശങ്ക ഉണ്ടാകുന്നുണ്ട്. ഇനിയിപ്പോൾ കുത്തൊഴുക്ക് കൂടുകയാണെങ്കിൽ, മഴ ശക്തിപ്പെടുകയാണെങ്കിൽ ഈ പാലം വീണ്ടും ഒലിച്ചു പോകാനൊരു സാധ്യത അവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും മലയോര മേഖലകളിൽ ഉൾപ്പെടെ വലിയ രീതിയിലാണ് ജില്ലയിൽ മഴ ലഭിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഈ പ്രദേശത്ത് കനത്ത മഴ ഇല്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. ആര്യ, ശരി.